ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇഡിയുടെ സമൻസ്. മദ്യനയ അഴിമതി കേസിൽ ഈ മാസം 21-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. കഴിഞ്ഞ 8 തവണ സമൻസ് നൽകിയെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. രോഹിണി, മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. നേരത്തെ CBI കോടതിയിൽ നൽകിയിട്ടുള്ള കുറ്റപത്രത്തിൽ ഇതിലെ കുറ്റവാളികളുമായി, ഈ കേസുമായിലെ കുറ്റവാളികളുമായി മുഖ്യമന്ത്രി നേരിട്ട് ആശയവിനിമയം നടത്തിയതിൻ്റെയും രേഖകളുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മദ്യനയ അഴിമതി കേസിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയത്. കഴിഞ്ഞ 8 തവണ സമൻസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ വിവിധ കാരണങ്ങൾ പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9ാമത്തെ സമൻസാണ് മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ED നൽകിയിട്ടുള്ളത്. ഈ മാസം 21-ന് അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സമൻസിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകാതെ അരവിന്ദ് കെജ്രിവാൾ ഒഴിഞ്ഞു മാറുമോ, അതല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നേരത്തെ ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം ഡൽഹി റോസ് അവന്യൂ കോടതി നൽകിയിരുന്നു. അതായത് 8 തവണ സമൻസ് നൽകിയിട്ടും ഈ അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകാത്തത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ED കോടതിയെ സമീപിച്ചത്. EDയുടെ സമൻസിന് സ്റ്റേ നൽകാനാകില്ല എന്ന് വ്യക്തമാക്കിയ കോടതിയും പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം നൽകുകയായിരുന്നു. അതുകൊണ്ട് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നാലും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കേണ്ട അവസ്ഥയുണ്ടാകും. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനാകും എന്നുള്ളത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ മാസം 21-ന് അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകാനാണ് അരവിന്ദ് കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഡൽഹിയിൽ പുതിയ മദ്യനയം രൂപീകരിച്ചുകൊണ്ട് മദ്യവിതരണത്തിന്റെ ചുമതല സ്വകാര്യ കമ്പനികൾക്ക് നൽകിയതിലൂടെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ 100 കോടി രൂപ കൈപ്പറ്റി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച കുറ്റപത്രം EDയും CBIയും ഇതിനോടകം തന്നെ കോടതികളിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രോഹിണി, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.